വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 41ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻറ്റ് ആൻഡ് കട്ടിങ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നും കൂടെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. കട്ടിങ്ങും മെഷർമെൻറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പെറ്റിക്കോട്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിതിൽ ക്രോസ് പീസോ കാര്യങ്ങളോ ഒന്നും ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നെക്ക് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്ക് നമ്മൾ റൗണ്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ റൗണ്ടായിട്ടാണ് നമുക്ക് നെക്ക് കിട്ടുന്നത്, കാരണം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു നെക്കിലും ആം ഹോളിലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജാബ്ലിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ നെക്ക് മടക്കി അടിക്കുകയാണ്. നമ്മൾ ക്രോസ് പീസോ കാര്യങ്ങളൊന്നും ജോയിൻ ചെയ്യുന്നില്ല. നമ്മൾ നെക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ 4 ഇഞ്ചാണ് മടക്കി നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഷോൾഡർ ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഇടയിൽ നിന്ന് തുടങ്ങരുത്. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് തന്നെ കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കി ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു നെക്ക് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ്, അത് മറക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടഫായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ആ ഒരു 4 ഇഞ്ച് മടക്കി തയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ജാബ്ലിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് ആ ഒരു നെക്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കൂടുതൽ അത് ഒരുപാട് ലാഗാക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നേരത്തെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ജാബിൽ ചെയ്തിരുന്നു, കുട്ടികളുടെ കുഞ്ഞുടുപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ നെക്കും അതുപോലെ തന്നെ നെക്കിൽ നമ്മൾ പൈപ്പിംഗ് ആയിരുന്നു. ആം ഹോളൊക്കെ നമ്മൾ ഈ ഒരു ആ ഒരു ഭാഗം തന്നെ നമ്മൾ ക്രോസ് പീസോ കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ ആ ഒരു പോർഷൻ തന്നെ മടക്കി തയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുപോയി കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒത്തിരി ക്ലാസ്സുകൾ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ എംബ്രോയ്ഡറിയൊക്കെ നമ്മൾ 10-25 ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിടാൻ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചീത്തവശത്ത് വേണം കേട്ടോ മടക്കി തയ്ക്കാനായിട്ട്. ചീത്തവശത്തേക്കാണ് നമ്മൾ മടക്കേണ്ടത്. ആം ഹോളും അതുപോലെ തന്നെ നെക്കും ചീത്തവശത്തോട്ടാണ് മടക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് വീണ്ടും പറയാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ആം ഹോളും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബാക്കി ഡാർട്ടിൻ്റെയും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ സ്കേർട്ട് പാർട്ട് യോജിപ്പിക്കുന്നതും കൂടെ കാണാം കേട്ടോ. നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ ലാഗാക്കി സ്ലോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ മടക്കി തയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് തന്നെയാണ്. പിന്നെ വെറുതെ നമ്മൾ സ്ലോ ആയിട്ട് ക്ലാസ് കാണിച്ചിട്ട് കാര്യമില്ല എന്നല്ല, നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവും. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി എംബ്രോയ്ഡറിൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. 25 ക്ലാസ്സസാണ് നമ്മൾ ഇതുവരെ ഇട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആം ഹോള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ ചീത്ത വശത്തേക്കാണ് കേട്ടോ മടക്കി തയ്ക്കേണ്ടത്, നല്ല വശത്തേക്കല്ല. നല്ല വശത്ത് നമ്മൾ നല്ല വശത്തേക്കല്ല മടക്കി അടിക്കേണ്ടത്, ചീത്ത വശത്തേക്കാണ്, അത് മറക്കരുത്. അതുപോലെ തന്നെ നമുക്കിനി ആ ഡാർട്ട് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഡാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പ്ലീറ്റ്സും ഡാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത അവിടെ നിന്നും നേരെ നമ്മുടെ ആ ഒരു ഡാർട്ടിൻ്റെ നമ്മൾ 1 പോയിൻ്റ് ആർട്ടാണ് ഈ ഒരു പെറ്റിക്കോട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ അതിനെ ചെരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഡാർട്ടിൻ്റെ എൻഡ് വരുമ്പോൾ അവിടെ ഒന്ന് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ തിരിച്ചൊന്ന് തയ്ച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ടാണ്, അതായത് ഒരുപാട് കട്ടിയില്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചുളിവ് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് സെറ്റ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഡാർട്ടും ഇതുപോലെ തന്നെ കവർ ചെയ്ത് മീൻസ് അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമ്മൾ 4 ഇഞ്ചാണ് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നത്, താഴെ നിന്ന് മുകളിലോട്ടാണ് അടിക്കേണ്ടത്. ഓക്കെ, ബോഡി പാർട്ടിൻ്റെ താഴെ നിന്നും മുകളിലോട്ടാണ് അടിച്ച് വരേണ്ടത്, അത് മറക്കരുത്. അപ്പോൾ ഡാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ കിട്ടണം നമുക്ക്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള 3 സൈഡും കൂടെ ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തായിട്ടും ബാക്കിൽ 2 ഭാഗത്തായിട്ടുമാണ് നമ്മുടെ ഡാർട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം വേഗം. ഒക്കെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ടഫായിട്ടുള്ള സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഡാർട്ട് നമ്മൾ പഠിച്ചതാണ്, പ്ലീറ്റ്സ് പഠിച്ചതാണ്, അതുപോലെ തന്നെ നെക്ക് നമ്മൾ മടക്കി അടിക്കാൻ പഠിച്ചതാണ്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണ്, അത് ഓരോന്നിനും തയ്ക്കുമ്പോൾ ഓരോരോ രീതി ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവണം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഡാർട്ട് പഠിക്കുന്ന സമയത്ത് 1 പോയിൻ്റ് ആർട്ട് നമ്മൾ പെറ്റിക്കോട്ടിൽ ബ്ലൗസിലൊക്കെയാണ് 1 പോയിൻ്റ് ആർട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. 2 പോയിൻ്റ് ആർട്ട് വരുന്നത് ചുരിദാറിലൊക്കെയാണ് നമ്മൾ നല്ല നീളത്തിൽ ബാക്ക് സൈഡിലൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൽ 1 പോയിൻ്റ് ആർട്ടാണ് യൂസ് ചെയ്യുന്നത്, പെറ്റിക്കോട്ടിൽ പിന്നെ ബ്ലൗസിലൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം അതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ഡാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 4 സൈഡും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീത്ത വശത്താണ് ഡാർട്ട് ചെയ്യേണ്ടത്, നല്ല വശത്തല്ല. ചീത്ത വശത്തേക്ക് നമ്മൾ നെക്ക് മടക്കി അടിച്ചിരുന്നു, ആ ഒരു വശത്തേക്ക് തന്നെയാണ് ഡാർട്ട് ചെയ്യേണ്ടതും. നല്ല വശത്തോട്ട് ചെയ്യരുത്, ചീത്ത വശത്താണ് ഡാർട്ടിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ചീത്ത വശത്താണ് വരേണ്ടത്, അത് മറക്കരുത്. അത് നീറ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ 1 സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചായിരുന്നു നമ്മൾ അലവൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അലവൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് 1 സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ഷേപ്പ് ചെയ്യാൻ അലവൻസ് എടുക്കുന്നത് എത്രയാണോ ആ ഒരു അലവൻസിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ
സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യാം. സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല വശമാണ് നമ്മൾ പുറത്തേക്ക് വെക്കേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു സ്കേർട്ട് പാർട്ട് നമ്മളുടെ സെൻറ്ററിലൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മളെ മടക്കിയിട്ടായിരുന്നില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ഭാഗമായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് നമ്മളുടെ ആ സ്കേർട്ട് പാർട്ട് മടക്കുക. അത് നമ്മൾ 4 മടക്കിയിട്ടുണ്ടാവില്ലേ, ആ മടക്കിയതിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ടിൽ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു 2 പാർട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ 4 പാർട്ട് മടക്കി അതിൽ 2 പാർട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ആദ്യം തന്നെ. അതിന് ശേഷം നമുക്ക് അതൊന്ന് നമ്മളുടെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു സെൻറ്ററിലും ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് പ്ലീറ്റ്സിൻ്റെ ഇത് ഒരു ലെവൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സെൻറ്റർ പോയിൻറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നീഡിലിൻ്റെ എൻഡൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നീഡിൽ മാറ്റാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അതിൻ്റെ വേണമെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ബോഡി പാർട്ടിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തത് അതുപോലെ വേണം നോച്ചസ് ഇട്ട് കൊടുക്കാനായിട്ട്. 2 നമ്മുടെ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും വരണം. കാരണം നമുക്ക് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടിയാണ് നമ്മൾ തമ്മിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 1 ഇഞ്ച് അലവൻസ് വിട്ടിട്ടാണ്, അതായത് 1 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഉള്ള പോർഷനിലാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. 1 ഇഞ്ച് രണ്ട് സൈഡും 1 ഇഞ്ച് നമുക്ക് മീൻസ് വൺ സൈഡ് നമ്മൾ ഓൾറെഡി ഷേപ്പ് ചെയ്തു. അപ്പോൾ 1 സൈഡ് നമുക്ക് 1 ഇഞ്ച് അലവൻസ് വിട്ടിട്ട് അതിനുശേഷം നമുക്ക് 4 ഇഞ്ച് അലവൻസ് വരുന്ന രീതിയിൽ നമുക്ക് സൺഡ്രൈഡ് പ്ലേറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൺഡ്രൈഡ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 ഇഞ്ച് അലവൻസ് വരുന്ന രീതിയിൽ ഇട്ടാലാണ് നമുക്ക് കറക്റ്റായിട്ട്, അതിനാണ് ആ നോച്ചസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്ലേറ്റ്സ് ആ നോച്ചസിൻ്റെ നമ്മൾ ഓൾറെഡി സ്കേർട്ട് പാർട്ടിലും നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോച്ചസ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് പ്ലേറ്റ്സ് എത്ര പ്ലേറ്റ്സ് ഉണ്ടോ ആ ഒരു പ്ലേറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് നോക്കുക, എത്ര വരുന്നുണ്ടോ നോക്കുക ആദ്യം തന്നെ. എന്നിട്ട് കറക്റ്റായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലീറ്റ്സ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ഇടാവുന്നതാണ് കേട്ടോ. കൈ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പ്ലീറ്റ്സ് ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൺഡ്രൈഡ് പ്ലീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് അടുപ്പിച്ചിട്ട് ചെയ്യാം. അടുപ്പിച്ച് പറഞ്ഞാൽ ഒരുപാട് അടുത്തടുത്ത് ചെയ്യരുത്. കാരണം നമുക്ക് ക്ലോത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനാണ് നോച്ചസ് ഇടാൻ പറഞ്ഞത്, അത് മറക്കരുത്. അപ്പോൾ 2 പ്ലീറ്റ് 3 പ്ലീറ്റൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് 2 പ്ലീറ്റ് വയ്ക്കുക, സ്റ്റിച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ 2 പ്ലീറ്റ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പ്രഷർ ഫോട്ട് മേലോട്ട് പൊക്കി വെച്ചതിന് ശേഷം അടുത്ത പ്ലീറ്റ്സ് ഇടുക. കാരണം അതിൻ്റെ അടിയിലോട്ട് നമ്മുടെ പ്ലീറ്റ്സ് പോകണമെങ്കിൽ പ്രഷർ ഫോട്ട് പൊക്കിയാലാണ് പോവുള്ളൂ. അപ്പോൾ അത് മറക്കരുത്, അതോടെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് തമ്മിൽ ഗ്യാപ്പ് വരും. നമ്മൾ 2 പ്ലീറ്റ്സ് അടുപ്പിച്ചും പിന്നെ ആ ഒരു നമ്മൾ അടുത്ത പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലീറ്റ്സ് കണ്ടോ, ഈ നോച്ചസ് കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത നോച്ചസിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട്
ഒരു എൻഡ് വരെയും നമ്മളുടെ അടിച്ച് കഴിയുന്ന വരെയും കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര പ്ലീറ്റ്സ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് അതുപോലെ പ്ലീറ്റ്സ് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് വരാം. നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ് എടുന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. ഓഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് ഇടാണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ വരുന്നത് പ്ലീറ്റ്സും നമ്മളുടെ ഡാർട്ടും ആണ്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്ലീറ്റ്സും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോ വേസ്റ്റ് ഫ്രോക്കിൽ നമ്മൾ പ്ലീറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലീറ്റ്സ് നിങ്ങൾക്ക് സിമ്പിളാണ്. നമ്മൾ ഡാർട്ട് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത് ഉള്ളൂ. പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. ഈ ഒരു പെറ്റിക്കോട്ടിൽ നമുക്ക് ഡാർട്ട് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. നമ്മൾ നെക്കും ആം ഹോളും നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ആ ഒരു സ്കേർട്ട് പാർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചും ഒരേ ലെവലിലായിരിക്കും വരേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് സൈഡ് വരാൻ പാടില്ല. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടിൻ്റെ സ്റ്റിച്ചും സെയിം ലെവലിൽ വരുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതായത് വൺ സൈഡ് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോഡി പാർട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോയിൻ ചെയ്തത് ഒരേ സെയിം നമ്മൾ നോച്ചസ് ഇട്ടത് ചെയ്ത പോലെ സെയിം ആ ഒരു സെൻറ്റർ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ലെവലിൽ തന്നെ വരണം. ആ ഒരു ലെവൽ കറക്റ്റാക്കി വേണം നിങ്ങൾ പ്ലീറ്റ്സ് ഇടാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇല്ലയെന്ന് വെച്ചാൽ രണ്ടും രണ്ട് സൈഡായിട്ട് നിൽക്കും. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പാർട്ട് രണ്ട് സൈഡായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നോച്ചസ് ഇട്ട ഭാഗം കറക്റ്റായിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗത്തിൽ എത്ര പ്ലീറ്റ്സ് ഉണ്ടോ അത് ഇട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു നമ്മളുടെ പ്ലീറ്റ്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് ബാക്കി പാർട്ട് കൂടെ കാണാം കേട്ടോ. പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നമ്മൾ ഉള്ളിലോട്ട് സൺഡ്രി പ്ലീറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ, അതായത് പുറമേ എടുക്കുന്ന പ്ലീറ്റ്സിൻ്റെ അതേ സെയിം മെഷർമെൻറ്റ് തന്നെ താഴോട്ട് വരണമെന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, കാരണം നമുക്ക് ക്ലോത്തിൽ ഇഷ്യൂ വരും. അതായത് കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലീറ്റ്സിൻ്റെ അടിയിലോട്ട് ഒരുപാട് ക്ലോത്ത് അടിയിലോട്ട് മടക്കി കൊടുക്കരുത്. ആ ഒരു ചെറിയൊരു ലെവലിൽ തന്നെ മടക്കി കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് കുറേ പ്ലീറ്റ് കിട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് അടിയിലോട്ട് ക്ലോത്ത് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ മെഷർമെൻറ്റിൻ്റെ, അതായത് നമ്മുടെ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതായത് ഏറ്റവും എൻഡ് എത്തുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നല്ല ക്ലോത്ത് കുറവായി കിട്ടും. പിന്നെ വീണ്ടും നമുക്ക് അഴിച്ച് പണിയേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതിന് നിൽക്കരുത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വൺ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, എന്തായാലും ചെയ്ത് നോക്കണം. നമുക്ക് അതിൻ്റെ ബാലൻസ് വരുന്ന, നമ്മൾ ഓൾറെഡി വൺ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഒരു സൈഡും കൂടെ ഷേപ്പ് ചെയ്യാൻ, നമ്മൾ ഓൾറെഡി ഒരു 1 ഇഞ്ച് നമ്മൾ ആ പ്ലീറ്റ്സ് ഇടുന്നതിന് മുന്നേ 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട്. അത് നമ്മൾ അടിച്ച് എൻഡ് എത്തുമ്പോഴും അതുപോലെ ഗ്യാപ്പ് വിടണം കേട്ടോ. അവിടെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു 1 ഇഞ്ച് നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് അടിച്ചു വിടണം. ഓക്കെ, ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ അവിടെ ചെറിയൊരു വേരിയേഷൻ വന്നു. അതാണ് ഞാൻ സ്റ്റിച്ച് നിർത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ വേഗം. അപ്പോൾ നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെയിം തന്നെയാണ്, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ്. 2 ഫോൾഡാക്കിയിട്ട് നമ്മൾ 1 ഇഞ്ചായിരുന്നു അലവൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഹാഫ് ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ താഴ്ഭാഗം മടക്കി, അതായത് 2 ഫോൾഡാക്കിയിട്ട് വേണം മടക്കി അടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഇതിലും നമ്മൾ ലോ വേസ്റ്റ് ഫ്രോക്കിലും അതുപോലെ തന്നെ സമ്മർ ഫ്രോക്കിലും അതിലൊക്കെ നമ്മൾ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെയാണ്, സെയിം ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ കൂടുതൽ വെറുതെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ മുന്നത്തെ ക്ലാസ്സുകൾ പോയി നോക്കുക. നമ്മൾ ഒത്തിരി സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണുക. കണ്ടതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്താലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഓരോരോ ചെറിയ കാര്യങ്ങളും, അതായത് എങ്ങനെയാണ് സിപ്പ് വെക്കുന്നത്, എങ്ങനെയാണ് ടക്ക് ചെയ്യുന്നത്, ഡാർട്ട് ചെയ്യുന്നത്, നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ട് അത് കാണുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് കൂടുതലായിട്ട് ചിലപ്പോൾ പറയാൻ നിൽക്കില്ല. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് പോയി കാണുക. അത് പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്തത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് ഞാൻ മീൻസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാത്ത മുന്നേ തന്നെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അതായത് സിബ് വെക്കാനും നെക്കിൻ്റെ കാര്യമൊക്കെ കേട്ടോ പറഞ്ഞാൽ, ബാക്കി നിങ്ങൾക്ക് അതായത് ഓരോന്നിൻ്റെ ഐഡിയ കിട്ടുന്ന നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ താഴ്ഭാഗം എങ്ങനെയാണ് മടക്കി തയ്ക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻറ്റ് കട്ടിങ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ ചെയ്ത് എടുക്കണം, മീൻസ് ചെയ്ത് വെക്കണം. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളുടെ വർക്കുകൾ ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക. നമ്മൾ അടുത്തായിട്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഞാൻ ഈ ഒരു നിങ്ങൾ ചെയ്ത് വെച്ച ആ ഒരു എല്ലാ എംബ്രോയ്ഡറി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും അത് ഞാൻ അതിലോട്ട് സെൻഡ് ചെയ്ത് തരാൻ പറയും. അപ്പോൾ അത് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ വർക്കുകളും ചെയ്ത് വയ്ക്കുക. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും ലാഗ് എടുക്കരുത്. കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ് ഫോളോ അപ്പ് ചെയ്ത് പോവുക. എന്നാലാണ് നമ്മളുടെ ഒപ്പം എത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾക്ക് നല്ല ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും 2-3 ദിവസം 3-4 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത ക്ലാസ് ഇട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഇരുന്ന് നിങ്ങൾ ചെയ്ത് തീർക്കാനുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പെറ്റിക്കോട്ട്. ഇങ്ങനെയാണ് പെറ്റിക്കോട്ട് അടിക്കുക. ഇത് നമുക്കൊരു 2 വയസ്സുള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം, 2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യം ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അവരുടേതായ മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പെറ്റിക്കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചിങ് ആണ് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.